തൃശ്ശൂരിൽ അങ്ങനെ വടക്കുംനാഥന്റെ സന്നിധിയിൽ കൊട്ടിക്കയറുകയാണ് ഇത്തവണത്തെ ആവേശപൂരം. പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പൂരമാഘോഷത്തിന്റെ പാരമ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആർപ്പുവിളികളും വാദ്യഘോഷങ്ങളും നിറഞ്ഞ അന്തരീക്ഷം. ഇരുട്ടിനെ പകലാക്കിക്കൊണ്ട് വർണ്ണശബളമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കുടമാറ്റപ്പോരും. ഇനി അത്ഭുതങ്ങൾ നിറച്ച് വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു നഗരിയിൽ നിന്നും ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഗൂഗിൾ വി എസ് ഉണ്ട്. ഗൂഗിൾ, അങ്ങനെ പ്രൗഢഗംഭീരമായിരുന്ന ചടങ്ങുകളെല്ലാം തന്നെ തലയെടുപ്പോടുകൂടി തന്നെ ഇത്തവണ പൂരം കൊട്ടി കയറി അതിൻ്റെ കൊടിയിറക്കത്തിലേക്ക് പോകുമ്പോൾ വലിയ വർണ്ണവിസ്മയങ്ങളൊക്കെ തീർത്തുകൊണ്ട് കുടമാറ്റം, വലിയ സർപ്രൈസൊക്കെ കാഴ്ചയിൽ കാണുകയും ചെയ്തു. ഇനി വെടിക്കെട്ടിലേക്ക് ഉള്ള കാത്തിരിപ്പ്, നാളെ പകൽപൂരം. എന്തൊക്കെയാണ് വിശേഷം? ഇനി ഏറ്റവും അധികം എല്ലാവരും കാത്തിരിക്കുന്നത് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടാണ്. വർണ്ണശബളമായ മുഴക്കങ്ങൾ, കാതിനെ വിസ്മയിപ്പിക്കുന്ന വെടിക്കെട്ടിനാണ്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി പൂരനഗരി. രാത്രി ഘടകപൂരങ്ങളുടെ, ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള പൂരങ്ങളുടെ വരവും മേളങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഉപരി പുലർച്ചെയുള്ള ഏകദേശം ഒരു 3 മണിയോടടുപ്പിച്ച് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഭാഗത്തു നിന്ന് നടക്കുന്ന വർണ്ണശബളമായ മുഴക്കം നിറഞ്ഞ ആ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് തൃശ്ശൂർ പൂരനഗരി ആകെ കാത്തിരിക്കുന്നത്. അത് എടുത്തു പറയാനുള്ളൊരു ഇത്തവണത്തെ ഒരു പ്രത്യേകത, തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഒരേ കരാറുകാരൻ തന്നെയാണെന്നാണ്. അപ്പോൾ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും. അതിൽ എന്തൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടാകും, ഏതൊക്കെ രീതിയിൽ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. കുടമാറ്റത്തിലൊക്കെ നമ്മൾ കണ്ട് എത്രയധികം മനോഹരമായുള്ള കുടകൾ, രാമൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുടകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തത് വെടിക്കെട്ടാണ്. വെടിക്കെട്ടിൽ എന്ത് മായാജാലങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും തീർക്കാൻ പോകുന്നത്? പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് വെടിക്കെട്ടിൽ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കാത്തിരിപ്പാണ്. തീർച്ചയായും ഗൂഗിൾ, നാളത്തെ ഇനി പകൽപൂരം. അങ്ങനെ ഈ വർഷത്തെ പൂരം ഇനി അടുത്ത ഒരു വർഷത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് കൗതുകത്തോടെ. എത്രത്തോളം വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നതായിരുന്നു ഇന്നത്തെ പൂരം. കാരണം പുതിയ ഈ വർഷത്തേക്ക് വരവേൽക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണെന്ന് പുലർച്ചെ മുതൽ പ്രേക്ഷകരൊക്കെ തന്നെ മാതൃഭൂമി ന്യൂസിലെ കണ്ടത്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി അട്രാക്ഷനുകൾ ഇന്നത്തെ പൂരത്തിനുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് അതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഒരു സാന്നിധ്യം തുടക്കം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിരുന്നു. അത്രയധികം ആളുകൾ തെച്ചിക്കോട്ടുകാവ് മുതൽ തന്നെ രാമൻ ഒരുങ്ങുന്നത് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നെയ്തിലക്കാവിനോടൊപ്പം നിരവധി പേർ വന്നു. അങ്ങനെ പൂരനഗരിയിലാകെ രാമനെ കാണാനുള്ളൊരു തിരക്ക് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇലഞ്ഞിത്തറമേളവും ഒക്കെ നമ്മൾ മടത്തിൽ വരവും ഒക്കെ അതിൻ്റെ പ്രൗഢിയിൽ തന്നെ ആളുകൾ ആസ്വദിച്ചു. അതിനുശേഷം വർണ്ണാഭമായ കുടമാറ്റത്തിൻ്റെ മനോഹരമായിട്ടുള്ള വിവിധ നീണ്ട കുടമാറ്റം നമ്മൾ കണ്ടു. ഇനി അവസാനം എല്ലാവരും ഇന്ന് കാത്തിരിക്കുന്നത് വെടിക്കെട്ടിനാണ്. വെടിക്കെട്ട് ഏകദേശം 3 മണിയോടടുപ്പിച്ചായിരിക്കും. എന്തൊക്കെ സർപ്രൈസുകൾ അതിലുണ്ടാകും, എന്തൊക്കെ വിസ്മയിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകൾ അതിലുണ്ടാകുമെന്നൊക്കെ ഈ ഒരു വെടിക്കെട്ടിൽ ഇനി കണ്ടറിയണം. പിന്നീട് നാളത്തെ പകൽപൂരമാണ്. പകൽപൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ പൂരമാണ്. അതായത് സാധാരണ ഈ പൂര ദിവസം തൃശ്ശൂരുകാർ തിരക്കിലായിരിക്കും. കാരണം അവർക്ക് അതിഥികളുണ്ടാകും, അതിഥികളെ സൽക്കരിക്കേണ്ടതിൻ്റെ തിരക്കുണ്ടാകും. അങ്ങനെ വലിയ തിരക്കിലായിരിക്കും ഈ പൂര ദിവസം തൃശ്ശൂർകാർ. അവർ പൂരം ആസ്വദിക്കുന്നത് പകൽപൂരത്തിനാണ്. പകൽപൂരത്തിനും ഈ രീതിയിൽ തന്നെ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഒക്കെ തന്നെ എഴുന്നള്ളിപ്പുണ്ടാവും. അതൊക്കെ കണ്ട് ആളുകൾ ആസ്വദിച്ച് പകലിൻ്റെ വെടിക്കെട്ടും കാണുമ്പോൾ മാത്രമേ. തീർച്ചയായും ഗൂഗിൾ സംസാരിക്കുകയായിരുന്നു, ഇന്നത്തെ കാഴ്ചകളെക്കുറിച്ചൊക്കെ വിവരിക്കുകയായിരുന്നു. എന്തായാലും വലിയ സർപ്രൈസുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. കടന്നുപോയ ദിവസത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ആ പൂരത്തിൻ്റെ വെടിക്കെട്ട് തന്നെയാണ്. വെടിക്കെട്ടിൽ വലിയ വിസ്മയ കാഴ്ചകളൊക്കെ തന്നെ സർപ്രൈസൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമ്മൾ വളരെ കൗതുകത്തോടുകൂടി ആ പുലർച്ചയിലേക്ക് നമ്മൾ കണ്ണും നട്ടിങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ മലയാളികളെയും, ലോകത്തെ ഏത് കോണിലുള്ള മലയാളിയെ സംബന്ധിച്ചോളം പൂരം എന്ന് പറഞ്ഞാൽ വലിയൊരു വിസ്മയമാണ്. ആ വിസ്മയത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു ഇന്ന് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. വടക്കുംനാഥൻ്റെ സന്നിധിയിൽ എല്ലാ തരത്തിലും താളവിസ്മയ ലയങ്ങളെല്ലാം തന്നെ സംഗമിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടത്.